ഇന്ന് നമ്മൾ മുടി നന്നായി തന്നെ വളരാൻ സഹായിക്കുന്ന ഒരു കാച്ചിയ എണ്ണയുടെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ നേരിട്ട് കാണാം. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഓയിലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നമുക്കിത് യൂസ് ചെയ്യാം. നമുക്ക് ആഴ്ചയിൽ 2 തവണയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞിട്ട് ചെയ്തു നോക്കാം കേട്ടോ. നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇലകളൊക്കെ പറിച്ച് വെള്ളത്തിൽ കഴുകാൻ വേണ്ടി ഇട്ട് വെച്ചിരിക്കുകയാണ്. ചെമ്പരത്തി ഇല, കറിവേപ്പില, തുളസി ഇല, മൈലാഞ്ചി ഇല, ഈ 4 ഇലകളാട്ടോ എടുത്തിരിക്കണത്. ഓരോ പിടി വീതമാണ് എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അളവിൽ. പിന്നെ ഒരു 6-7 ചെമ്പരത്തി പൂ എടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറ്റാർവാഴ, ഒരു വലിയ തണ്ട്, ഒരു ചെറുതും, പിന്നെ 2 നെല്ലിക്ക, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം തന്നെ കഴുകി വൃത്തിയാക്കണം. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷമാണ് എണ്ണ കാച്ചാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കറ്റാർവാഴയും അതേപോലെ എല്ലാം അരിഞ്ഞിട്ട് കൊടുക്കാം. നെല്ലിക്കയുടെയൊക്കെ കുരു കളഞ്ഞ ശേഷം നമുക്ക് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിത് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തതാണ്. കറ്റാർവാഴയിലേക്ക് വെള്ളം ഉള്ളതുകൊണ്ട് ഇതുപോലെ ഒന്ന് അരഞ്ഞ് കിട്ടും. ഇനി നമുക്ക് കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഈ എണ്ണ കാച്ചുന്നത് കുറച്ചധികം വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇലകളൊക്കെ വെന്ത് അതിൽ സത്തൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു കാച്ചെണ്ണയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതായത് ഇതുപോലെ ആയിട്ട് ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. കുറച്ചുകൂടി വെള്ളം ചേർത്ത ശേഷം ഒന്നങ്ങോട്ട് മിക്സിയുടെ ജാറിൽ ഒന്നുകൂടി കറക്കുകയുള്ളൂ. ഒരുപാടൊന്നും അരഞ്ഞ് പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അതായത് ഇതുപോലെ തന്നെ മതിയാവും. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്ത ശേഷം 1 ലിറ്റർ എണ്ണ ഞാൻ പാനിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചെടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ ആദ്യം. അപ്പം നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഇതിൽ ഒഴിച്ചത് കൊണ്ട് തന്നെ കുറച്ചുകൂടി അളവ് കൂടുതലായിട്ട് തോന്നിക്കും. പക്ഷെ നമ്മളത് ഇതെല്ലാം ഒന്ന് വെന്ത് കുറച്ച് വറ്റി വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും കേട്ടോ. ഇപ്പം നമ്മളിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. തീ ഓണാക്കിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെള്ളം കൂടി ചേർത്തുകൊണ്ട് അതിങ്ങനെ പെട്ടെന്നൊന്നും നന്നായി മിക്സായി കിട്ടില്ല. അപ്പം നമ്മൾ നന്നായിട്ട് തീയൊന്ന് നല്ലോണം ചൂടായി വന്ന ശേഷം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആവും കേട്ടോ. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത്. അപ്പോൾ അതുവരെയ്ക്കും നമുക്കൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് വെന്ത് വരണം കേട്ടോ. ഈ ഇലകളൊക്കെ വെന്തിട്ട് അതിലുള്ള എല്ലാ നല്ല ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ എണ്ണയിലേക്ക് ഇറങ്ങി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് കുറച്ചുകൂടി അധികം വെള്ളം ഒഴിച്ചിട്ട് ചെയ്തിരിക്കുന്നത്. മുൻപ് ഞാനൊരു എണ്ണ കാച്ചി വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിലും നല്ലത് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ കുറച്ച് സമയം കൊണ്ട് നമ്മൾ വേഗം തന്നെ ചെയ്തെടുക്കേണ്ടി വരും. ഇതാവുമ്പോൾ കുറച്ച് അധികം സമയം നമ്മൾ എണ്ണ കാച്ചാനായിട്ട് എടുക്കേണ്ടി വരും. പക്ഷെ അതിനേക്കാളേറെ ഇതായിരിക്കും കുറച്ചുകൂടി നല്ല ഗുണം കിട്ടുന്നത്. കാരണം ഇതാവുമ്പോൾ പതുക്കെ സ്ലോ ആയിട്ട് റെഡിയായി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഗുണങ്ങളും കൂടുതലാണ്. പക്ഷെ പെട്ടെന്നൊക്കെ നമുക്ക് എണ്ണ കാച്ചണം സമയമില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ കാച്ചുന്ന എണ്ണയാട്ടോ നല്ലത്. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. നല്ലതുപോലെ തീ കൂട്ടി വെച്ചേക്കുക. കമ്മിയൊക്കെ ഒന്നും വേണ്ട. നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കൊരു വെള്ളം പോലെ തോന്നും കേട്ടോ. എണ്ണ പോലെ തോന്നാറില്ല. കാരണം നമ്മളിതിൽ വെള്ളം ചേർത്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം തീ സിമ്മിലാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ അടിയിലൊന്നും അങ്ങനെ പിടിക്കില്ല. അപ്പോൾ നമ്മളൊരു ഇരുമ്പിനെ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പാത്രം എടുക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടെ. അപ്പോൾ നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. നന്നായി തിളച്ച ശേഷം ഇപ്പം നമ്മുടെ പാത്രം കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടി വെച്ചിട്ട് തന്നെ അത് ചെയ്യാം. പിന്നെ ഞാനെടുത്ത പാത്രം കുറച്ച് ചെറുതാണ് കേട്ടോ. അതിൽ നിറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കുറച്ച് തീ കുറച്ച് കൊടുത്തിട്ട് പിന്നെ ഇടയ്ക്ക് കൂട്ടി അങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതാ ഇപ്പം തന്നെ നമ്മളുടെ എണ്ണയുടെ കളറ് കണ്ടില്ലേ. ഇപ്പോൾ ആ ചെമ്പരത്തി പൂവിൻ്റെയൊക്കെ ഒരു ചുവപ്പ് നിറം എണ്ണയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി നന്നായിട്ട് തന്നെ എല്ലാം ഇറങ്ങി വരണം. അപ്പോൾ ഇത് വറ്റാനുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയല്ലല്ലോ അളവിൽ. ആദ്യം നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ ഉണ്ടായിരുന്ന അളവുണ്ടല്ലോ അതിലേക്ക് മാറ്റണം. ഇത് കുറച്ച് വെന്ത് വരണം. പിന്നെ നമ്മൾ ആദ്യം കാച്ചിയ എണ്ണയുടെ ആ ഒരു കളർ എന്ന് പറഞ്ഞത് നമ്മൾ കുറേ മുമ്പ് ചെയ്ത ആ ഒരു വീഡിയോയിൽ ആ എണ്ണയുടെ കളർ കുറച്ചുകൂടി ഡാർക്കായിരിക്കും. ഇത് നമുക്കൊരു പച്ച നിറത്തിൽ കുറച്ച് ഡാർക്കായിരിക്കും. എന്നാലും ഒരു പച്ച നിറത്തിലുള്ള കളറായിട്ടായിരിക്കും കിട്ടുക. നമ്മളിതിൽ ചെമ്പരത്തിപ്പൂ ചേർത്തുകൊണ്ട് അതിൻ്റെയും കൂടി ഒരു കളർ വരും. ചെമ്പരത്തിപ്പൂ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചേർക്കാതെ ചെയ്യുകയാണെങ്കിൽ നല്ല പച്ച കളറിലെ എണ്ണ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴുള്ള ആ ഓയിൽ പോലെ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഇതിൽ ഞാൻ മണത്തിന് വേണ്ടിയിട്ടൊന്നും സ്പെഷ്യലായി ചേർക്കുന്നില്ല. കാരണം നമ്മൾ ഇതിൽ ഉള്ളിയൊന്നും ഇടുന്നില്ലല്ലോ. ഉള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ്
ഒരുമാതിരി സ്മെല്ലുണ്ടാവുള്ളൂ. ഇതിപ്പോൾ നല്ല സ്മെല്ല് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതപ്പോൾ എണ്ണയ്ക്ക് ഒരു പച്ച നിറമൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും നന്നായിട്ട് തന്നെ അതൊക്കെ കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ആ സൈഡിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം കൂടി നന്നായിട്ടൊന്ന് ഇത് വറ്റിച്ചെടുക്കാം. ഇത് നമ്മൾക്കിപ്പോൾ ആ ഒരു നമ്മൾ ചേർത്തിട്ടുള്ള ഇലകളും ആ പേസ്റ്റ് മുരിഞ്ഞ് കിട്ടണമെന്നില്ല കേട്ടോ. നമ്മൾ ആദ്യം ചെയ്ത വീഡിയോയിൽ നല്ല മുരിയുന്നത് വരെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ അങ്ങനെ ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് അതിൻ്റെ കളറൊന്ന് മാറി വന്നാൽ മതി. ഞാൻ കാണിക്കാം. ആ ഒരു തരത്തിൽ ആവുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ആറിയ ശേഷം ചൂടാറിയ ശേഷം നമുക്കിത് ഒരു ബോട്ടിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യാം. ഒരു വർഷമൊക്കെ നമുക്ക് കേടുകൂടാതെ തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഓയിലാണ് കേട്ടോ. ഞാനിവിടെ മോൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. 3 വയസ്സുള്ള മോൾക്കും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഓയിലാണ്. നല്ല എഫക്റ്റീവാണ്. നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ അതുപോലെ താരൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് തന്നെ കിട്ടും. പിന്നെ എല്ലാവർക്കും ഒരേപോലെ റിസൾട്ട് കിട്ടും എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ പലർക്കും പല രീതിയിൽ കാച്ചിയാലായിരിക്കും റിസൾട്ട് കിട്ടുക. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. വളരെ കുറഞ്ഞ എണ്ണയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് പകുതിയാക്കിയിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ കാച്ചാം. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചില്ല ആ ഒരു പരുവാകുമ്പോൾ നമുക്കിതുപോലെ അരിച്ച് മാറ്റണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എണ്ണ ചൂടാറിയ ശേഷമാണ് അരിച്ച് മാറ്റുന്നത്. പിറ്റേ ദിവസം കേട്ടോ ഞാൻ അരിച്ച് മാറ്റുന്നത്. തലേ ദിവസം രാത്രിയാണ് ഇത് ഞാൻ കാച്ചിയത്. എന്നിട്ട് പിറ്റേ ദിവസം ഒരു ദിവസം മുഴുവൻ തണുക്കാനായിട്ട് വിട്ട ശേഷം പിറ്റേ ദിവസമാണ് ഞാനിത് അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെമ്പരത്തിപ്പൂ ചേർത്തുകൊണ്ടാട്ടോ ഈ ഒരു കളർ എണ്ണയ്ക്ക്. അത് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ നല്ല പച്ച നിറമായിരിക്കും. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ഓയിലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്